അദ്ധ്യായം 1. ഖുർആൻ ഷരീഫ്. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസ്ഹഫ് എന്നു വിളിച്ചതാ ഒന്നാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ഇത് നീ റിസാലാത്തുൽ ബുദൂറെടുത്തുന്ന് നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കന്ന്. മുസ്ഹഫിലെ മീമിന് 3 ഹറക്കത്തുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ. ഫത്ഹിന്റെ പെരുമാറ്റം ഗരീബാണെന്ന് മുഗ്നിയതിൽ പറയുന്നടോ നോക്കൊന്ന്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ഒന്നാം ജുസു 156 ഷർവാനി നോക്കാം യുക്റഹു എന്നുണ്ടതിൽ. മുസ്ഹഫ് അമുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. എഴുതല്ലേ ഖുർആൻ നജസ് കൊണ്ട് നീ തീരെയും പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും. അനർബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖൽയൂബിയിൽ അത് ജായിസാണെന്നുണ്ട്, ഷർവാനിയും അത് തന്നെ പറയുന്നുണ്ട്. എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട്, റംലി ഇമാമതു കൊണ്ട് ഫത്വയുമുണ്ട്. എഴുതൽ ഹറാം എന്നുള്ളതാ പ്രാബല്യവും, ഇബ്നുൽ ഹജർ തങ്ങൾക്കതാണനുഭാവവും. മുസ്ഹഫ് വരുന്നത് കണ്ടു നീ എഴുന്നേൽക്കണേ, തൗറാത്തു കണ്ടെഴുന്നേറ്റു നബിയെന്നോർക്കണേ. ഇത് തുഹ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ 155 വിവരിച്ചതാ. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ, ഇബ്നുൽ ഹജർ പറയുന്നു തൻ്റെ ഫതാവയിൽ. നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ, നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ. സയ്യിദുന ഉസ്മാനു തൻ്റെ ചോര തെറിച്ചതിൽ വീണല്ലോ ഫസയക്ഫീകഹും ആയത്തതിൽ. വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും അടുത്തുണ്ട്, നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട്. അൽ കഫില ഖുർആന്റെ മദ്യം അറിയണേ, അതിലുള്ള വല്യത്തലത്വഫാണെന്നോർക്കണേ. ഇതുപോലെ ബുസ്ത്വാൻ ആരിഫീനയിലുള്ളതാ 199 വിവരിച്ചതാ. ഓതാം തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്ക
നേരെയിരിക്കലും പതിവാക്ക്. കബിലാക്ക് നേരെയിരിക്കലും വേണ്ടുന്നതാ, ചാരാതെ നേരെയിരുന്നതോതേണ്ടതാ. മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ. നിവൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ. അഴകുള്ള വസ്ത്രം കൊണ്ട് നീ ചമയേണ്ടതാ, നീ രാജസദസ്സിൽ എന്ന മട്ടിൽ വേണ്ടതാ. 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കഴിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ. ഫുഖഹാക്കളിൽ പല പണ്ഡിതർ പറയുന്നതാ, അഹ്മദ് ഇമാം തങ്ങൾക്കതിൽ നസ്സുള്ളതാ. തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ, അത് മുഫ്ലിഹുൻ വരെയെങ്കിലും ഓതേണ്ടതാ. മുസ്ഹഫ് നീ നോക്കാതോതിയാൽ ഫലമായിരം, അത് നോക്കിയോതലിലുണ്ടടോ 2000. വയസ്സിനുള്ള റിവായത്താൽ ഇത് വന്നതാ, ആലിയത്തിൽ മാവായിളിൽ വിവരിച്ചതാ. ഹിക്മത്ത് താ ഞങ്ങൾക്ക് നീ ദയ്യാനേ, നിത്യം അതേറ്റിത്തരണമേ മന്നാനേ. ഗുണം ചെയ്യണേ നിനക്കുള്ള നബിമേലെന്നും, എന്നുള്ളതാണ് പറയുവാനെനിക്കെന്നും.